നമ്മുടെ വേൾഡ് ടൂറിന്റെ ഭാഗമായിട്ടുള്ള 33rd കൺട്രി ആയ മൊറോക്കോയിലെ റബാത്ത് എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടെ ഒരു ഫ്യൂ ഡേയ്സ് നമ്മളിവിടെ റബാത്തിലുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഒരു കുഞ്ഞു വീടെടുത്തു. ബട്ട് ആ വീടുള്ളത് 1 acres ഓഫ് ലാൻഡിൽ ഈ ഒരു സിംഗിൾ വീടാണ്. സോ ഈ 1 acre നമ്മൾ അങ്ങോട്ട് തകർത്ത് ആസ്വദിച്ച് ജീവിക്കാൻ പോവാണ് ഈ ഒരു അറബ് കൺട്രിയിൽ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് മൊത്തം ഒന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വാപ്പ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൃഷിയൊക്കെ. വാപ്പ ഭയങ്കര എക്സൈറ്റഡ് ആയി. നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത് കേട്ടോ. വരും. അപ്പൊ ആദ്യം ഗേറ്റ് കയറി ഉടനെ നമ്മുടെ സ്വന്തം ഹ്യൂജ് മോട്ടോർ ഹോം. ഇതൊരു റെന്റഡ് ഹൗസ് എന്നുള്ള രീതിയിലല്ല കേട്ടോ, ബിക്കോസ് ഇതൊരു കൈൻഡ് ഓഫ് റിസോർട്ട് മോഡലാണ്. ഇവിടെ നമ്മുടെ പേയ്മെന്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് 24 hour സർവീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ദാറ്റ് മീൻസ് എനി ടൈം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ സ്റ്റാഫ് അവൈലബിൾ ആണ്. അകത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നതിന് മുമ്പ് പുറത്തെ കാഴ്ചകൾ അതിന് ഒത്തിരി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഇതൊന്നും കൂടാതെ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ വലിയ ടെന്നീസ് കോർട്ട് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ സ്വർഗം. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അകത്ത് നമുക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് വരും. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ കേട്ടോ. അപ്പൊ ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഡയറക്റ്റ് പൂൾ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് ഒരു 2 BHK ഒരു റിസോർട്ടാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇതിന് അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ 2 ബെഡ്റൂംസും പൂൾ വ്യൂ ഉള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും പൂൾ വ്യൂ ഓട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ചെറുനാരങ്ങ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കണം. ഇതുപോലെ മരത്തിന്റെ മുകളിൽ ചെറുനാരങ്ങ ഇതുപോലെ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കണ്ടിരുന്നു ഇതുപോലെ ചെറുനാരങ്ങ പിടിക്കുന്നത്. ചെറുനാരങ്ങ അടിപൊളി. ഇത് നമ്മുടെ ഗൾഫിലും കിട്ടുന്ന നാട്ടിലേക്ക് ഇത്ര വലിപ്പമുള്ള കിട്ടുന്നില്ല. ഓടി പൊടിച്ചു. With the